നാമത്തിൽ എന്റെ ഭാരങ്ങൾ മാറിപ്പോയി, എന്റെ ശാപങ്ങൾ സൗഖ്യമായി, എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതല, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം ശക്തിയാ, യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതല, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം ശക്തിയാ, യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമാ, യേശുവിൻ രക്തം കഴുകലാ, യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമാ, യേശുവിൻ രക്തം കഴുകലാ, യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. പകരം ഉയർത്തുന്നു. ഹല്ലേലൂയ സകലനാമത്തിനു മേലായ നാമം, യേശുവിന്റെ അധികാരമുള്ള നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. We thank you Jesus. യേശുവിനെ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയത്ത് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ നമുക്ക് ചേർന്ന് പാടുവാൻ അവസരങ്ങൾ ദൈവം നൽകിയല്ലോ. വിശുദ്ധ കരങ്ങളെ ഉയർത്തി എല്ലാവരും ഒരിക്കൽ കൂടെ നന്ദിയോടെ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം.
കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വചനമായി ദൈവത്തിൻ്റെ ദാസ് നമ്മുടെ നടുവിലേക്ക് വരുന്നല്ലോ. കഴിഞ്ഞ ചില ദിവസം മുമ്പ്, കഴിഞ്ഞ വെള്ളിയാഴ്ച ആമേൻ, ദൈവത്തിൻ്റെ ദാസരുടെ ആത്മാവ് ശക്തമായി നമ്മോട് സംസാരിച്ചു. തുടർന്ന് നമ്മോട് സംസാരിക്കുന്നതിനായി ഒരു നിമിഷം നിങ്ങൾ ഹൃദയംഗമായി ഒരു നിമിഷം പ്രാർത്ഥിക്കുമോ? സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ദാസനെ ഞങ്ങളുടെ മധ്യേ അയച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. അടിയങ്ങളോട് അങ്ങ് സംസാരിക്കണമേ. ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുന്നതിന് സൗഖ്യത്തിൻ്റെ കരം നീട്ടണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ നമുക്ക് ദിവസിരിക്കാൻ കർത്താവിൻ്റെ ദാസനെ എല്ലാവരും ഒന്ന് സ്വാഗതം ചെയ്ത കരങ്ങളെ അടിച്ച് ദൈവദാസനെ ഒന്ന് നിശ്ചയതായിട്ട് ദീർഘനാളുകളായി കർത്താവിൻ്റെ പേരിൽ ആമേൻ വളരെ ശക്തമായി പ്രയോജനപ്പെടുന്ന ദൈവദാസന് ദൈവം നമ്മുടെ സഭയ്ക്ക് വേണ്ടി ദൈവം നൽകിയല്ലോ. ആമേൻ. തിരക്കുള്ള ജീവിതമാണ് താൻ. മിക്കവാറും വിളിക്കുമ്പോഴൊക്കെ താൻ സൂം മീറ്റിങ്ങിലൊക്കെയാണ്. എങ്കിലും ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിൻ്റെ ദാസനോട് കേൾക്കാം. പ്രാർത്ഥന നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കും. Thank you, Pastor. I just wanted to acknowledge the leadership of this church for allowing me to minister from the Word of God. Pastor V.P. Abraham and all the other ministers who are here and all the leadership that is giving this church the proper guidance to minister in this great city, to reach out to many and also bring many into the kingdom of God. ഈ സഭയുടെ നേതൃത്വത്തിനായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ V.P. Abraham, അതുപോലെ മറ്റ് ദൈവദാസന്മാർ, ഈ സഭയ്ക്ക് ശക്തമായി നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. It is an honor and privilege for me to stand here with the Word of God. And I believe that there is a ministry that the Holy Spirit wanted to do in our midst. Because while I was standing here, I heard the introduction of everything what I wanted to share through worship and the words of Pastor this morning. So it made my life and ministry a little easier than I thought. So thank you, Holy Spirit, for doing that work so that I don't have to struggle. I don't have to make it a point to bring about anything at all, because the Holy Spirit is already in the works of this sanctuary this morning. Amen. Amen. Hallelujah. We are worshiping a God who is almighty. സർവശക്തനായ ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിച്ചു കൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. Praise the Lord. Praise the Lord. In the English worship time, that is the theme I believe there is about worshiping the Almighty God. In Malayalam worship is also, that is the theme I heard over and over again. And I wanted to share the very same thing this morning with you. If I think about my own life, if you asked me 6 months ago that if I'm going to be in a city called Dallas, it wouldn't be crossing our minds at all. ഇങ്ങനെ ഡാലസ് പട്ടണത്തിൽ വരാനും താമസിക്കാനും ഒക്കെ കഴിയുമെന്ന് ഒരു 6 മാസം മുമ്പ് നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ചിന്തിച്ച ഒരു കാര്യമല്ല. But all of a sudden everything changed. Coming to this city was kind of everything stacking against it to make that decision. Because my wife's siblings are living in New York, and I only have a brother, and my mom is living in New York. So leaving them all and coming here was not an easy decision. And my children, my girls, were totally opposed to the idea of moving to this city. But all of a sudden, one day, my younger one came and said, let's go to Dallas. I said, yeah, amen to that. And he reached out to a realtor named Jose Malil to find a place for her and her family.
So she didn't hear from him for a couple of days. I don't know why. But in a few days, things started working together. The Bible says that everything works together for those who love the Lord. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. This morning, that is my testimony. I heard the wonderful testimony of Brother Sajan saying that God was with him through the problems he was facing, all the challenges he was facing on a daily basis. And thank God that God healed him and brought him among us so that we can worship together in one accord this morning. I just wanted to share with you a very simple message this morning that comes from the book of Psalm. Many times when we talk about God, it may be difficult for many people to understand how awesome our God is, how great He is, how great His name is. And to put it all together and understand with our small little brain is very hard to do, because the Bible says that our God cannot be contained in the entire universe. ഈ പ്രപഞ്ചത്തിന് ഉൾക്കൊള്ളുന്നതിനപ്പുറത്തുള്ള ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാനും നിങ്ങളും സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ കൊച്ചു ബ്രെയിൻ കൊണ്ട് ആ ദൈവത്തെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നത്, ദൈവം എനിക്ക് തന്നിരിക്കുന്ന തിരുവചനത്തിലൂടെ തന്നിരിക്കുന്ന വെളിപ്പാടുകൾക്കപ്പുറത്ത് ദൈവത്തെ മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പലരും പറയുന്ന ദൈവം ഇല്ലെന്ന്. ആലോചിച്ച് ഒടുവിൽ അവർ പറയും there is no God. But the word of God is very clear how great is our God. നമ്മുടെ ദൈവം ആരാണെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. I remember going to a Pentecostal church for the first time. Can anybody guess what was the age at when I went there? I was born and raised in an Orthodox family. My parents were not Pentecostals. They were attending one of the oldest church in Orthodox faith. And one day my mom, who is instrumental in instilling the values of the Word of God in me, I remember she is insisting me to learn Psalm 23 and reciting it. And this morning, many of our young people stood up here and shared many verses. I don't think they understood the meaning of what they said, but that is okay. They will realize it in the coming days. When the Holy Spirit starts working in their life, they will understand what they recited this morning in the church. Hallelujah. So I was 3 years old at that time, and a distant relative of ours is a pioneer Pentecostal believer in our place. So my mom took me to him and said, would you please take him also with you? He said, I'm so happy to take him. That is the first time I went to a Pentecostal worship and a Sunday school. That is where I learned that I'm a sinner and I needed a Savior. And my Sunday school teacher introduced a Savior named Jesus Christ. And I accepted him as my personal Lord and Savior at the age of 8. I thought, I am fireproof now. I have no problem, so I can go back to my old church and stay there forever. But I started learning the Word of God in an ecumenical
Bible study group, because I didn't want anything to do with Pentecostals, because they were using drums and they were saying words. I have no clue what they are saying. And my cousin said, it is all because of the fast beating of the drum. They are saying all this nonsense. So that is what I subscribe to. I said, no, I'm not going to go back. But my mom insisted me to go back to the Pentecostal Sunday school. So I attended that Pentecostal Sunday school up until their last grade. And by the time, I have a pretty much good understanding of what is the basics of the Word of God. And I was struggling with the question whether to continue there or not. And I was attending this other ecumenical Bible study where a man from the Orthodox faith itself started teaching the Word of God. And he started teaching about water baptism, believers' baptism. And the Holy Spirit convicted me at the age of 13 to take it. But my parents weren't allowing me to, so I had to wait another year before I took water baptism without their prior knowledge, or their they didn't allow me to go. So without them knowing, I went to a far place and took water baptism. So I thought, okay, that is enough. I'm not going to go further. But the Lord, in His due time, give me an urge to join with the people of God and started worshiping the Lord in truth and spirit. So one day, the Holy Spirit ministered to me, so I continued to go to the Pentecostal church very close to my house, which was an IPC church. So that is the faith I was growing up to. Thank God for all His marvelous works in my life. This morning, as I stand here, my family wouldn't be existing on this earth if I never ever come to this faith. Can you understand what I'm saying? If I didn't find, in fact, I'm going to change that phraseology a little bit more and say, if God, through His Son, found me a sinner, my family wouldn't be alive this morning. We went through a lot of troubles, very close to death. There was a lot of demonic attacks against my family. And their witchcraft and everything else coming from our own family. And every night we had a small prayer group where young people who are filled with the Holy Spirit will worship the Lord without knowing any of these things. Worship the Lord throughout the night sometime, and sometimes a couple of hours. And but then after some time we realized that any witchcraft, any demonic attack will be nullified because of these spirit-filled worship. This morning, if you worship the Lord in other tongues, thank God that there is some demonic attacks that came against you and your family, against your church, was nullified because you are worshiping in truth and spirit and in other tongues. Amen. Hallelujah. So don't stop doing that because I am preaching. You can still continue to worship the Lord and hallelujah. Say hallelujah what is given to you in your mouth, because it has power in it. So let us continue to do that this morning. I have been to situations
where I could have been dead and gone. But the Lord delivered me out of all those things. And that is why I can say that we are serving, we are living, we are following after a God of wonders. Would you please turn with me to the book of Psalm 75 and verse 1. 75-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. Psalm 75 and verse 1. It reads like this: We give thanks to you, O God. We give thanks. For your name is near. We recount your wondrous deeds. മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവമേ, യെസ് യെസ്, നിന്റെ നാമം അടുത്തിരിക്കുന്നു. യെസ്, ഞങ്ങൾ നിന്റെ അതിശയ പ്രവർത്തികളെ കുറിച്ച് ഘോഷിക്കും. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ജീവിതത്തിലൊന്ന് തിരിഞ്ഞു നോക്കി ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് മിണ്ടാതിരിക്കണമെന്നാണ് അവിടെ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിശയ പ്രവർത്തികളെ മമ്പിൾ ചെയ്യുന്നൊന്നും അല്ല എഴുതിയിരിക്കുന്നത്, ഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഘോഷം എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ വർത്താനം പറയുന്ന ഒന്നുമല്ല. അതിനേക്കാൾ അപ്പുറത്ത് ഈ ശബ്ദം കർത്താവിൻ്റെ നാമത്തെ ഉയർത്താനായി നാം ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ചിലർ വിചാരിക്കുന്നത് പാട്ട് പാടി കഴിയുമ്പം നമ്മൾ വാ തുറക്കാതിരിക്കണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ല. ദൈവത്തിന് സ്തോത്രം. Few months back, I had an encounter very close to death. And many of my dear people in this church and this city also prayed for me, and that is why I'm standing here. I had a sickness called pancreatitis, and I couldn't be able to stand still. I couldn't sit down. I couldn't lie down. It was so painful. And I started throwing up, going to bathroom and everything else. And they admitted me to the ICU. I was there for a few days. And they gave me a ton of pain medicine. And when I came out, I couldn't be able to say anything. I couldn't raise my voice. And that is when I realized that I should have used all my might to praise the Lord. You know, sometimes things can happen and you will realize I didn't use my time wisely. Praise the Lord. Praise the Lord. Praise the Lord. So this morning I wanted to encourage you to raise your voice and thank God for each and every blessing that we enjoy on a daily basis. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. The other day I see a small clip of what happened in Thailand and Burma or Myanmar. People were running for their life. They thought everything was going well. There was no problem at all. Life is going to take its turn and we are going to be okay. But all of a sudden, they started running for their life. And this morning,
God kept us alive and well and brought us together in this sanctuary, not sitting, hallelujah, and saying nothing. Rather, let us praise Him, hallelujah. Let us worship Him. Let us, hallelujah, raise our voice and say, you are, hallelujah, a worthy God to be praised. If we have a thankful heart, we cannot stay silent and go back home without acknowledging whatever the Lord has done for us up to this time. I'm just going to ask you this simple question to the older folks here. Have you ever thought that you're going to be living in a city in this country? When I was growing up, my cousins said, he joined the Pentecostal church so that he can go to America. That is what they thought. They said it over and over again. And it didn't cross my mind that one day I'm going to be in this country and preaching the gospel. Thank God that they all said these things become a prophecy over my life so that I can come to this country and live here for the last 36 plus years. And my wife is here living in this country 40 plus years. And thank God that we could be able to raise a family here in this country, enjoying all the blessings of this country. Amen. Hallelujah. Hallelujah. Glory to God. Hallelujah. മലയാളത്തിൽ നമ്മൾ വായിച്ചത് നിന്റെ നാമം അടുത്തിരിക്കുന്നു. I have a little problem there in the Malayalam translation. നിന്റെ നാമം അടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ അതിനെക്കുറിച്ച് ശരിക്കൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ ദൈവവചനം ധ്യാനിക്കാനും പഠിക്കാനും തുടങ്ങിയപ്പോൾ I understand that is not how it should be translated. I'm going to read from another version in English. God, our hearts spill over with praise to you. We overflow with thanks, for your name is the near one. നമ്മുടെ ദൈവത്തിൻ്റെ നാമം അടുത്തിരിക്കുന്നവൻ എന്നായതുകൊണ്ടാണ് എനിക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സാജൻ ബ്രദർ ഇന്ന് രാവിലെ പറഞ്ഞു, എൻ്റെ കർത്താവ് എൻ്റെ അടുത്തുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയെന്ന്. This morning may I introduce to you that there is a God, His name is near one. അടുത്തിരിക്കുന്നവൻ എന്ന നാമമുള്ളവൻ. പലപ്പോഴും നമ്മൾ യഹോവയെന്നും യേശുവെന്നും ഹല്ലേലൂയ സർവശക്തനെന്നും അദോനായി എന്നും ഒക്കെ പറയുമ്പോൾ മറ്റൊരു നാമം കൂടെ അവനുണ്ട്. അവൻ്റെ നാമം അടുത്തിരിക്കുന്നവൻ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. He is closer than your wife, your husband, your children. Hallelujah. He will never leave you, never forsake you. Praise the Lord. Praise the Lord. അവൻ ഒരു നാളും നമ്മെ പിരിയുകയില്ല. Praise the Lord. Praise the Lord. നമ്മൾ പലപ്പോഴും ഈ അടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയാതെ ഇരിക്കുമ്പോൾ, ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, ഞാൻ അറിഞ്ഞപ്പോഴും അറിയാതിരുന്നപ്പോഴും യേശു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ തനിയെ ഡ്രൈവ് ചെയ്തപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ആ കാറിനകത്തുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ദൂതന്മാർ മുമ്പും പിമ്പും ഇടവും വലവും ഹല്ലേലൂയ നിന്നെ കാവൽ ചെയ്തത് കൊണ്ടാണ് അനർത്ഥങ്ങൾ വ്യസനകാരണമായി തീരാതെ നിനക്കിന്ന് രാവിലെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കഴിഞ്ഞത്. ദൈവവൈതലെ അതിന് ദൈവത്തിന് സ്തോത്രം പറയുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം.
Praise the Lord. Praise the Lord. His name is near one. All we want to talk about is your wondrous works. എനിക്ക് പറയാനുള്ളത് അവൻ്റെ അത്ഭുത പ്രവർത്തികളെ കുറിച്ചാണ്. പലപ്പോഴും മലയാളികൾ രണ്ടുപേരും ഒരുമിച്ച് കൂടുമ്പോൾ എന്നായിരിക്കും പറയുന്നത്? ഇന്ത്യൻ കടയിലെ മീനിൻ്റെ വിലയോ സെയിലിൻ്റെ കാര്യമൊക്കെയാണോ? അതോ കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു? He is so faithful. He was so near to me. When I was going through troubles, when I was challenged, when I was going through heartaches, കണ്ണുനീർ താഴ്വരയിൽ കൂടെ ഞാൻ കടന്നുപോയ നിമിഷങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, അവൻ എൻ്റെ കണ്ണുനീര് തുടച്ചത് കൊണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ, സാരമില്ല മകനെ, സാരമില്ല മകളെ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അവൻ്റെ ആശ്വസിപ്പിക്കുന്ന കരം എൻ്റെ തോളിന് മീതെ ഇട്ട്, ഹല്ലേലൂയ എനിക്ക് നടക്കാൻ കഴിയാത്തപ്പോൾ അവൻ എന്നെ തോളിൽ വഹിച്ചുകൊണ്ട് നടന്നത് കൊണ്ടാണ് ഇന്ന് പകൽ ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ ആയിരിക്കുന്നത് എന്ന് പറയുവാൻ കഴിയുന്നവരാണ് ദൈവ മക്കൾ. Praise the Lord. His name is near one. Psalm 139 verse 14 says, David said, he was fearfully and wonderfully made. He also said that the works of God were marvelous, and his soul know that very well. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. One of our brothers in the New York church had a massive heart attack a couple of days back. He was admitted into a smaller hospital and transferred after they put 4 or 5 stents, I'm not sure how many, and moved to another bigger hospital. And he was connected to a machine that is very close to this big. ദൈവം നമുക്ക് സൃഷ്ടിച്ചു തന്ന ഈ കൈയുടെ വലിപ്പം മാത്രമുള്ള ഒരവയവം ചൊവ്വേനേരെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു മെഷീനും പിന്നെ several other machines were helping him to survive. ഇന്ന് രാവിലെ ഇത് എൻ്റെ ദേഹത്ത് കണക്ട് ചെയ്യാത്തതിന് ഒരു നന്ദി പറയാൻ പറ്റുമോ നമുക്ക്? Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Thank God for that machine. Thank God for all the other machines. Hallelujah. But hallelujah, without any of these, hallelujah, instruments at all, I could be able to stand here. When I was released from the hospital, they said there is a possibility that it will recur again. എൻ്റെ അസുഖം കഴിഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടപ്പോൾ അവർ പറഞ്ഞു, ഈ അസുഖം ഇനിയും വരാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ചോളാൻ പറഞ്ഞു. Let me just, declare this morning that over all these months, I never had to go back with that kind of an experience. Hallelujah. ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ പരിപാലനം എനിക്കുണ്ടായിരുന്നത് കൊണ്ട്, when I was discharged from the hospital, the only viable treatment they had was IV insulin. And that is what they were given. And when I went back home, they give me insulin and say, continue to do that. Probably you had to take it throughout your life. ആയുസ് മുഴുവനും ഇൻസുലിൻ എടുക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞാണ് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. ദൈവത്തിന് സ്തോത്രം. After a couple of weeks, I decided
that I'm not going to take insulin. Thank God that, hallelujah, my A1C is okay. Hallelujah, my blood sugar level is okay. Not because I was super careful about my eating habits or anything else. Rather, hallelujah, there is a healer God standing next to me and told me that I am the one, hallelujah, healing me. Hallelujah. Glory to God. He is the one, hallelujah, healing me, and thank God. When I was in the hospital, I couldn't be able to breathe very well. And one of the doctors came and told me that we can insert a tube into your stomach and relieve some of the pressure so that you can comfortably breathe. Or another thing you can do is to get up and walk. It was very painful at that time. So that night, after these doctors left, I hold on to that IV stand and start walking, declaring every word that I know in the Word of God about healing. Praise God. In the book of Isaiah, chapter 53, it is saying that by His stripes I am healed. Hallelujah. And I started walking in the corridors of that hospital, and I declared, by His stripes I am healed. 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 Hallelujah. Glory to God. The very next morning I could be able to, hallelujah, feel better and started, hallelujah, breathing easily. In a matter of few hours, I went back home. Praise God. Praise God. There is power in this word. When you recite it with your mouth, with your tongue, it will, hallelujah, started infiltrating to the, hallelujah, smallest being in your body, and it will, hallelujah, glory to God, translated into healing in your body. This morning, would you be able to believe that? Praise God. Praise God. I think I'm over time now. Right, Pastor? I'm going to close here. I haven't even scratched the surface. Would you close your eyes for a minute? Praise God. Praise God. I don't know what kind of situation the people of God, the children of God, are going through this morning. But let me just assure you, to anyone and everyone, maybe your problems are big or small, but we have a God who's greater than any and every problem you're facing. Could you be able to say amen to that? As a child of God, as a minister of the gospel, I can boldly declare that the Lord is here to meet every need that you are going through. Praise God. Praise God. This morning, if you have that assurance that the Lord is standing next to you, you may be feeling weak in your body, or you may be feeling discouraged this morning. You may be facing a challenge at work, or in your finances, in your studies. Would you be able to say, the Lord is near me? His name is the near one. If you believe that,
Would you please stand up in the presence of God? Praise God. Praise God. Praise God. I'm going to ask Brother Anil and the worship team to come. And I requested him to sing a song which is already sang here in this sanctuary. Prasadan sang that song. Enne nadathum ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. There is nothing that can stop your God, my God, from working for you. Jesus. No demons in hell can stop you and stop your blessing, stop your healing, stop your deliverance. As we sing that song, would you commit your life into the hand of God? As you step out of this place, would you be able to experience that His hands are not withered. It doesn't lose its power and strength to help you. Can we sing together? Enne nadathum ആ പൊന്നുകരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നുകരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആയുധബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആയിമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആയിമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആയിമ്പസ്വരത്താൽ നയിച്ചതിനാൽ. Praise the Lord. വളരെ ശക്തമായ ഭാഷയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചല്ലോ. നമ്മുടെ കർത്താവിൻ്റെ പേര് നമ്മുടെ അടുത്തിരിക്കുന്നവനെന്നാണ്. ആ വചനം, ആ ദൂത് ഏറ്റെടുത്തവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നീ തീയിൽ കൂടി കടന്നാൽ നീ വെന്തു പോകുകയില്ല, പെരുവെള്ളത്തിൽ കൂടി കടന്നാൽ ഞാൻ കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവം. ആമേൻ. 73-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, തന്നോട് അടുത്തിരിക്കുന്ന ജനത്തിനു വേണ്ടി ഒരു രക്ഷയുടെ കൊമ്പ് നമുക്ക് ഉയർത്തിരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി അടുത്തിരിക്കുമ്പോൾ നമുക്ക് അവനോട് അടുത്ത് വരാം. ദൈവമക്കളെ, ഒന്ന് ചേർന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തോട് അപേക്ഷിക്കാമോ?
അടുത്തൊരാഴ്ച മുഴുവനും നമ്മുടെ കൂടെ വസിക്കുന്ന, കൂടെ നടക്കുന്ന, കൂടെ പാർക്കുന്ന, കൂടെ ആയിരിക്കുന്ന ദൈവത്തിനാവുന്ന സ്തോത്രം. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ആരും എന്നെ അറിയുന്നില്ലല്ലോ, ആരും എനിക്ക് വേണ്ടി ഇല്ലല്ലോ എന്നുള്ള ഭാരം മാറ്റട്ടെ, അത് മാറിപ്പോകട്ടെ. അടുത്തിരിക്കുന്നവൻ അവൻ നമുക്ക് വേണ്ടി വലിയ ചെയ്യട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.